ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ പുലാവ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് അല്പം ചെറുനാരങ്ങയുടെ നീരാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട സാധനം 2 ഉള്ളി അരിഞ്ഞത് വേണം, പിന്നെ 2 പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആയാലും മതി. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പാടില്ല, ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരു 3/4 വേവ് ആയാൽ മതി, കൂടുതലൊന്നും ഫ്രൈ ആയി വരണ്ട. ഏകദേശം ഒന്ന് ആയാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ചെമ്മീനൊക്കെ കോരി മാറ്റിയ ശേഷം ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചോറ് വെക്കണം. അതിന് മുന്നേ ഒന്ന് നമുക്ക് മസാല ആക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതും കൂടി ചേർത്ത ശേഷം പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെയാണ്. അതിലിപ്പോൾ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അതായത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എല്ലാം ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തത്, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുക്കുന്നത്. നിങ്ങൾ അരി ആദ്യമേ കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂർ മുമ്പ്, നമ്മുടെ ബസ്മതി റൈസ് ആയതിനാൽ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പൊട്ടറ്റോ കൂടി ഒരു 3/4 വേവ് ആയിട്ടുണ്ടാവും, ഇനി കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളക്കുമ്പോഴാണ് നമുക്ക് അരി ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം.
അരിയൊക്കെ ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 3/4 വേവായാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഇതേ സമയം തന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് ചെറിയ തീയിലൊന്ന് വെള്ളം വറ്റുന്നത് വരെ ചെറിയ തീയിൽ സിം ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം. താങ്ക് യു.